ഹലോ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. ഈ രണ്ട് വീഡിയോയിലൊന്നും ഞാൻ ഇന്നത്തെ ക്രാഫ്റ്റ് അവസാനിപ്പിക്കുന്നില്ല. ഇന്ന് 5 മണിക്ക് വീഡിയോ ഉണ്ടേ, അതും കൂടി ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഫോം ഷീറ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ റെഡ് കളർ കണ്ടപ്പോൾ തന്നെ ഏകദേശം ഒന്ന് മനസ്സിലായി കാണും. വാലന്റൈൻസ് ഡേ തീമിലാണ് ഇന്നത്തെ ഗിഫ്റ്റ്. എൻ്റെ ജീവിതത്തിൽ ഇതാദ്യമായിട്ടാണ് ഇത്രയും കുഞ്ഞ് കേക്ക് ബോർഡ് കാണുന്നത്. സാധാരണ ബേക്കറിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു പീസ് കേക്ക് മേടിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു പെട്ടിലിട്ടാണല്ലോ തരിക. ഇതിപ്പോ വെറൈറ്റി ആയിട്ട് ഇതുപോലൊരു കേക്ക് ബോർഡിൽ വെച്ചിട്ടാണ് ഒരു പീസ് കേക്ക് തന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ചെറിയ ഒരു കേക്ക് ബോർഡ് തന്നെ കാണുന്നത്. സാധാരണ ബേക്കറിയിലൊക്കെ പോയി ഒരു പീസ് കേക്ക് മേടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1-2 പീസ് കേക്ക് മേടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് പെട്ടിക്കകത്ത് വെച്ച് തരികയാണ് പതിവ്. പക്ഷെ എന്തോ ഇന്ന് ഞാൻ കേക്ക് മേടിച്ചപ്പോഴത്തേക്ക് എനിക്കിതാ ഈ ഒരു കുഞ്ഞ് കേക്ക് ബോർഡ് കൂടി കിട്ടി. ഇത്രയും കുഞ്ഞ് കേക്ക് ബോർഡ് കിട്ടിയപ്പോഴത്തേക്ക് അതിനെ വെറുതെ കളയാൻ മനസ്സ് വന്നില്ല. അതാണ് അത് വെച്ചിട്ട് വാലന്റൈൻസ് ഡേ തീമിന് ഒരു ക്രാഫ്റ്റ് ചെയ്യാന്ന് കരുതി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ 2 സാധനം, അതായത് ആ 2 ബണ്ണിക്കുട്ടന്മാര്. അതിനെ ഞാൻ ഇതിൽ വെച്ചിട്ട് അതിന് ചുറ്റും ഞാൻ പേൾസ് ഒട്ടിച്ചു കൊടുത്തു. ഇത് നമ്മുടെ ക്രിസ്മസിന്റെ ഗാർലാൻഡ് ഇല്ലേ, അത് തന്നെ. അതിന് 2 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിന്റെ സൈഡിൽ പുല്ല് പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തേക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ളൊരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് വീഡിയോ ആണ്. ഇവിടെ ക്ലേ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ ആ ഹാർട്ട് ഷേപ്പ് ഒന്ന് നേരെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ക്ലേ യൂസ് ചെയ്തത്. അല്ലാതെ നമ്മുടെ കയ്യിലുള്ള ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ടോ സിമ്പിളായിട്ട് ഹാർട്ട് ഷേപ്പ് ഇതുപോലെ ഒട്ടിച്ച് എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഞാൻ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തപ്പോഴത്തേക്ക് ആദ്യം ആ ഒരു ഗാർലാൻഡ് നേരെ നിന്നില്ല, പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കി എടുത്തു. ഇത്രയായിട്ടും എനിക്കൊരു തൃപ്തി വന്നില്ല കേട്ടോ. എന്തെങ്കിലും കൂടെ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. അപ്പം ഞാൻ കുറച്ച് വാട്ടർ കളർ എടുത്തിട്ട് നമ്മുടെ ബണ്ണിക്കുട്ടന്മാരുടെ ചെവിയില്ലേ അതിലും കൂടെ ഒന്ന് അടിച്ചു കൊടുത്തു. പ്രത്യേകിച്ച് ടിഷ്യൂ പേപ്പർ കൂടി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ബ്രഷും ചെറുതായിട്ടും തൊട്ടാൽ മതി, അതൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ആയിക്കോളും. അങ്ങനെ 2 ചെവിയിൽ കണ്ടല്ല 4 ചെവിയിൽ ഞാനിതുപോലെ കളർ ചെയ്ത് കൊടുത്തു. അപ്പൊ കുറച്ചൊന്ന് ക്യൂട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ വാലന്റൈൻസ് ഡേയും കൂടെ ആയതുകൊണ്ട് ഒരു ഐ ലവ് യു കൂടി ഒന്ന് എഴുതി കൊടുക്കാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഐ ലവ് യു കൂടി ഇങ്ങനെ എഴുതി കൊടുക്കുന്നത്. ഞാനിവിടെ അക്രിലിക് പെയിന്റ് ഒന്നും അല്ല യൂസ് ചെയ്യുന്നത്, ആ സാധാ വാട്ടർ കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സാധാ വാട്ടർ കളർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത് നല്ലൊരു മാറ്റ് ഫിനിഷ് എനിക്ക് കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്തു. അതാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന മിക്കാറുള്ള ക്രാഫ്റ്റിലും ഞാൻ വാട്ടർ കളർ തന്നെ യൂസ് ചെയ്യുന്നത്. വാട്ടർ കളർ ആകുമ്പോഴത്തേക്ക് ഈ വെള്ളം വീണാൽ ഇത് ഒലിച്ചു പോകും എന്നുള്ള പ്രശ്നമേ ഉള്ളൂ. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.